ഹായ് ഹലോ. പണികളൊക്കെ ഒരുങ്ങിയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തു പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. വണ്ടി നേരെ ചെന്നത് കടലിലേക്കാണ്. പാലക്കാടുള്ള കടൽ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. തെച്ചുവിനെയും കൊണ്ട് ഞങ്ങളിതിന് മുൻപ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവൾ ചെറിയ കുട്ടിയാകുമ്പോഴാണ് വന്നിട്ടുള്ളത്. അവൾക്കത് ഓർമ്മയൊന്നുമില്ല. ദേവിനെയും കൂടി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഒരു അക്വറിയും അതിൻ്റെ അടുത്തൊരു സ്റ്റാറ്റു ഉണ്ട്. തെച്ചുകുട്ടി ഓടിപ്പോയി അതൊക്കെ നോക്കണം. ആ സ്റ്റാറ്റുവിൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. പിന്നെ ഇവിടെ അകത്തും പുറത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് തെച്ചുക്കുട്ടി അച്ഛനെ വിളിച്ച് നേരെ പോയിരിക്കുകയാണ്. ഇവിടെ ഒരു ഊഞ്ഞാല് പോലത്തെ ഒന്നുണ്ട്, അവൾ അതിൽ ആടുകയാണ്. നമുക്ക് അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആൾ വരുന്നില്ല. നിങ്ങൾ പൊക്കോ, ഞാനിവിടെ ആടുകയാണ് പറയാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി. ഇവിടുത്തെ ഓണർ ഏട്ടനെ അറിയുന്ന ഒരാളാണ്. ഏട്ടൻ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഫുഡൊന്നും ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടില്ല. ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ നേരത്തെ ദേവൂട്ടി ഇവിടെ ഭയങ്കര കളിയൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ആ ഫ്രണ്ട് വേറെ ആരുമല്ല, നമ്മുടെ സതീഷ് ഏട്ടനാണ്. സതീഷ് ഏട്ടൻ വന്ന വഴിക്ക് ദേവൂട്ടിനെ കളിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്തു. അതേന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ ഫുഡ് വരാൻ കുറച്ച് നേരം ലേറ്റായി. ഞങ്ങളിങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ദേവൂട്ടിക്ക് ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ആളുടെ ക്ഷമ മൊത്തം നശിച്ചു. ആൾ വയലൻ്റ് ആവാൻ തുടങ്ങി. പിന്നെ ആളെ ഞാൻ മെല്ലെ എടുത്തൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ആൾക്ക് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഹെവി ഫുഡൊന്നും കഴിക്കുന്നില്ല. ലേറ്റായിട്ട് എന്തെങ്കിലും ഫുഡേ ഇപ്പോൾ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. അങ്ങനെ അതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവൂട്ടി അവളുടെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് വേണം പറച്ചിലായി, പിടിച്ചു വലിക്കലൊക്കെയായി. ഏട്ടൻ കുറച്ച് കൊടുത്തു. പിന്നെ അവൾ ഭയങ്കര വയലൻ്റായി, അവൾ ഭയങ്കര കരച്ചിലൊക്കെയായി. പിന്നെ സതീഷ് ഏട്ടൻ വേഗം ഫുഡ് കഴിച്ച് അവളെ എടുത്തുകൊണ്ട് പോയി. ആ നേരത്ത് ഞാനും ഏട്ടനും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഞാനും ഏട്ടനും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് സതീഷ് ഏട്ടൻ തെച്ചുവിനെയും കൊണ്ട് കളിക്കുകയാണ് ഇവിടെ. ഡെച്ചുവിനിപ്പോൾ കുറച്ച് ദിവസം ക്ലാസ് ഒന്നുമില്ല. അവർ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കാട വീക്കാണ് പറഞ്ഞിട്ട് സ്കൂൾ കുറച്ച് ദിവസം ലീവ് കൊടുത്തിരിക്കുകയാണ്. ആൾ കുറേ ദിവസമായി വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കുകയാണ്. ആളിന്ന് പുറത്തിറങ്ങി ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.